सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावधीतमस्तु मा विद्विषावहे। ॐ शान्ति शान्ति शान्तिः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णाद् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्रीगुरुभ्यो नमः। हरिः ओं. എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണ. ഇന്ന് അക്ഷയ തൃതീയയാണ്. എല്ലാ സാധകർക്കും തൃതീയ ദിന ആശംസകൾ. ഇന്ന് ചാർധാം തുറക്കുകയാണ്. ഗംഗോത്രി യമുനോത്രി ഇന്ന് തുറക്കുകയാണ്. 10:30 മുഹൂർത്തം ക്ഷേത്രം തുറക്കുന്നത്. അതിനുശേഷം മെയ് 2 ഭഗവാൻ ശങ്കരാചാര്യസ്വാമിജിയുടെ ജയന്തിയുടെ അന്ന് കേദാറും ബദരിയും തുറക്കുന്നതാണ്. നമോ നാരായണ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയോധ്യായഃ ദ്വിതീയബ്രാഹ്മണഃ ശിശുബ്രാഹ്മണം. പ്രഥമമന്ത്രം ദ്വിതീയമന്ത്രം നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. യഹ വൈ ശിശും സാധാനം സംപ്രത്യാധാനം സസ്തൂണം സധാമം വേദ്ധ സപ്തഃ ദുഷിതഃ ഭ്രാതൃവ്യാൻ അവരുണദ്ദി അയം വാവ ശിശുരോയം മധ്യമഃ പ്രാണഃ തസ്യ ഇദം ഏവ ആധാനം ഇദം പ്രത്യാധാനം പ്രാണഃ സ്തൂണാ അന്നം ധാമ. തമേതാഃ സപ്ത അക്ഷിതയാ ഉപതിഷ്ഠന്തെ തദ്യാ ഇമാ അക്ഷൻ ലോഹിന്യാഃ രാജയഃ താഭിഃ ഏനം രുദ്രഃ അന്വായത്തഃ അധയ അക്ഷൻ യ ആപഃ താഭിഃ പർജന്യഃ യ കനീനികാ തയാ ആദിത്യഃ യത് കൃഷ്ണം തേന അഗ്നിഃ യത് ശുക്ലം തേന ഇന്ദ്രഃ അധരയ
ഏനം വർത്തന്യ പൃഥിവി അന്വായത്ത ദ്യൗഹു ഉത്തരയാ ന അസ്യ അന്നം ക്ഷീയതേ യ ഏവം വേദ. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടരാം. ശിശുബ്രാഹ്മണം ഉപാസനാ പ്രകരണമാണെന്ന് നമ്മൾ കണ്ടിരുന്നു. യാജ്ഞവൽക്യ മഹർഷി ആർക്കാണോ സർവം ഖൽവിതം ബ്രഹ്മ എന്ന തത്വത്തെ, എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ സാധിക്കാത്തത്, അവർക്ക് ചിത്തശുദ്ധിയുടെ കുറവ് കൊണ്ടാണ്, അധികാരത്തിൻ്റെ കുറവ് കൊണ്ടാണ്. അതുകൊണ്ട് അധികാരം വളർത്തിയെടുക്കുവാനായി ഉപാസന പറഞ്ഞു തരികയാണ് ശിശുബ്രാഹ്മണം. നമ്മളിവിടെ പ്രഥമ മന്ത്രത്തിൽ ഉപാസന പ്രാണ ഉപാസനയാണ്. അത് ഒരു പശുക്കിടാവുമായി ഉപമിച്ചുകൊണ്ട് പറയുകയായിരുന്നു. നമ്മളത് കണ്ടിരുന്നു. എല്ലാവരും ഒന്നാമത്തെ മന്ത്രം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി പശുക്കിടാവല്ല, എന്തിനെ കണ്ടാലും. അപ്പം ഇവിടെ അദ്ദേഹം ഒരു ഉപമ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഏത് സ്ഥാവര ജംഗമ വസ്തുക്കളെയും സസ്യലതാദികളെയും പശുപക്ഷ്യാദികളെയും എല്ലാം എന്തിനെ കാണുമ്പോഴാണോ പരമാത്മചിന്തനം വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്, ആ സാധന അനുഷ്ഠിക്കൂ, നിഷ്കാമമായി ഉപാസിക്കൂ എന്ന് പറഞ്ഞു തരികയായിരുന്നു ഒന്നാമത്തെ മന്ത്രം. നമുക്ക് രണ്ടാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. ഒന്നാമത്തത് എല്ലാവരും ഓക്കെ എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ മന്ത്രം കുറച്ച് വലുതാണ്, പക്ഷെ എളുപ്പമാണ്, കാര്യം എളുപ്പമാണ്. നമുക്ക് രണ്ടാമത്തെ മന്ത്രം തം ഏതാഹ സപ്ത അക്ഷിതയ ഉപതിഷ്ഠന്തേ. അതായത് ഈ അക്ഷിയിൽ, നേത്രത്തിൽ, കണ്ണിൽ 7 ദേവതകളെ ഉപതിഷ്ഠന്തേ, അവർ വസിക്കുന്നതായി ഉപാസന ചെയ്യൂ എന്ന് പറഞ്ഞ് ദേവതാ ഉപാസന പറയാണ്. അക്ഷി പുരുഷ ഉപാസന എന്ന് നമ്മൾ മറ്റു പലയിടത്തും കണ്ടിട്ടുണ്ടാവും. ഇവിടെ അക്ഷി ദേവതാ ഉപാസന. നമ്മുടെ അക്ഷിയിൽ, കണ്ണിൽ ഈ സപ്തദേവതകളെ ഉപാസിക്കൂ. അതിന് കണ്ണിൻ്റെ ഓരോ ഭാഗങ്ങൾ എടുത്തെടുത്തെടുത്ത് സൂക്ഷ്മമായി യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. കാരണം ജ്ഞാനേന്ദ്രിയങ്ങളിൽ സർവപ്രധാനം, അല്ലെങ്കിൽ ദശേന്ദ്രിയങ്ങളിൽ പോലും സർവപ്രധാനം അക്ഷിയായതുകൊണ്ട് അക്ഷി ഉപാസന ഇവിടെ പറഞ്ഞു തരുന്നു. ഇമാ അക്ഷൻ ലോഹിന്യഃ രാജയഃ താഭിഃ ഏനം രുദ്രഃ അന്വായത്തഃ. അതായത് ഈ അക്ഷനിൽ, കണ്ണിൽ, നമ്മുടെ കണ്ണിലുള്ള ലോഹിന്യം, ഈ ചുവന്ന ഞരമ്പുകൾ കാണുമ്പോൾ ഉപമ പറയുകയാണ് കേട്ടോ. ആ ഞരമ്പുകൾ കാണുമ്പോൾ എന്താണ്, അവിടെ രുദ്രദേവത സ്ഥിതി ചെയ്യുന്നതായി ഉപാസിക്കും. ആ ടേബിൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, മന്ത്രത്തിലേക്ക് നോക്കേണ്ട കാര്യമില്ല. ഞാൻ പറയാം ഓരോന്നായിട്ട്. അപ്പം ഒന്നാമത്തത് രുദ്രദേവൻ. രുദ്രൻ ആരാണ്? ഭഗവാൻ മഹാദേവൻ, സൃഷ്ടിസ്ഥിതി ലയകർത്താവ് അല്ലേ. ആരാണോ ത്രിമൂർത്തികളിൽ സർവത്തിനെയും തന്നിലേക്ക് ലയിപ്പിക്കുന്ന ആ അവതാരം എടുത്തത്, ആ അവതാര പുരുഷനെ വിളിക്കുന്ന പേരാണ് രുദ്രൻ എന്ന് നമുക്കറിയാം. ആ രുദ്രനെ ഉപാസിക്കൂ. അടുത്തത് എന്താണ്? രണ്ടാമത്തത് അധഃ യ അക്ഷൻ യ ആപഃ താഭിഃ പർജന്യഃ. ഈ അക്ഷൻ, നേത്രത്തിലുണ്ടാകുന്ന ജലത്തിൽ, ആപം എന്ന് വെച്ചാൽ ജലം, ആ ജലത്തിൽ എന്താണ്? പർജന്യ ദേവതയെ. പർജന്യൻ എന്ന് വെച്ചാൽ വരുണദേവത. വരുണദേവത നേത്രേന്ദ്രിയത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നേത്രേന്ദ്രിയത്തിന് ജലം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്, കരയാൻ സാധിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അല്ലേ. നമുക്ക് നേത്രേന്ദ്രിയത്തിന് ആ ഒരു ഗ്രന്ഥി വഴിയല്ലേ ജലം വരുന്നത്. ആ ഗ്രന്ഥി പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ വിചാരിക്കും ഇതൊക്കെ സയൻസ് ആണെന്ന്, പക്ഷെ ഇവിടെ ശാസ്ത്രം പറയുന്നു ഭഗവാൻ സർവറ്റിനെയും സൃഷ്ടിച്ചു, ദേവതകളെ സൃഷ്ടിച്ചു, ദേവതകൾക്ക് യഥാധർമ്മം കൊടുത്തു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രശ്നോപനിഷത്ത്, ഐത്തിരീയത്തിലൊക്കെ. അപ്പോൾ ആ ദേവതകൾ യഥാസ്ഥാനത്തിരുന്നു കൊണ്ട് അവയുടെ യഥാധർമ്മം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ
നമ്മൾ കരയുമ്പോൾ ഇനി എന്താണ് ഓർക്കേണ്ടത്? അയ്യോ എനിക്ക് ഇന്നതുകൊണ്ട് ദുഃഖമുണ്ടായല്ലോ എന്നല്ല. അയ്യോ അവിടെ ഇരുന്ന് വരുണദേവത ധാരാളം ജലം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്, മൂപ്പർ അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ചിന്ത വരണം എന്ന് പറയാം. ഇത് എളുപ്പമല്ല, ഒട്ടും എളുപ്പമല്ല. കാരണം നമ്മൾ എന്താണ്, ദുഃഖമുണ്ടാകുമ്പോഴാണ് ഈ ആപേന്ദ്രിയം പ്രവർത്തിക്കുന്നത് അല്ലേ? അപ്പം ആ ദുഃഖത്തിൻ്റെ പുറകെ നമ്മൾ പോവോ അതോ പർജന്യൻ്റെ പുറകെ പോകുമോ? വലിയൊരു ചോദ്യമാണത്. അപ്പോൾ ഇവിടെ യാജ്ഞവൽക്യ മഹർഷി പറയാണ്, ദുഃഖത്തിൻ്റെ പുറകെ പോയാൽ വീണ്ടും പുനരഭിജനനമായിരിക്കും. അപ്പം അതല്ലാതെ അത് മാറി ദുഃഖം വരുമ്പോൾ ഇതെൻ്റെ പ്രാരാബ്ധമാണ്, ആ പ്രാരാബ്ധം ദുഃഖരൂപത്തിൽ ഞാൻ അനുഭവിക്കുന്നു. അപ്പം നേത്രേന്ദ്രിയം പ്രവർത്തിക്കുന്നുണ്ട്. ആ നേത്രേന്ദ്രിയത്തിൽ ജലരൂപത്തിൽ വരുണദേവതയും അദ്ദേഹത്തിൻ്റെ ധർമ്മം ചെയ്യുന്നു. ആഹാ എന്തൊരാനന്ദം! ആ ദുഃഖത്തിലും ആനന്ദം കണ്ടെത്തുക എളുപ്പമല്ല, പക്ഷെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഉപാസന ചിത്തശുദ്ധിയെ നേടിത്തരും. നമുക്ക് പരാതിയൊന്നുമില്ല, പിന്നെ എവിടെയാണ് ചിത്തം അശുദ്ധമാവുക അല്ലേ? മലിനപ്പെടാൻ ഇല്ലല്ലോ, ഒന്നും കാരണങ്ങളില്ലല്ലോ. അതാണ് ആ ഒരു മനസ്ഥിതിയിലേക്ക് യാജ്ഞവൽക്യ മഹർഷി നമ്മളെ വളർത്തുകയാണ് അവിടെ. ഇനി അടുത്തത് എന്താണ്? മൂന്നാമത്തെ തയാ ആദിത്യഃ. ആദിത്യഃ എന്താണ്? യത് കൃഷ്ണം തേന അഗ്നിഹി യ കനിഹാഹ. രണ്ടെണ്ണം പറയണം. ഒന്നാമത്തത് ആദിത്യൻ അല്ലേ? കനീനിക എന്ന് വെച്ചാൽ കൺമിഴികൾ അല്ലേ? നേത്രേന്ദ്രിയ കൺമിഴിയെ പറയുകയാണ്. എന്താണ് അവിടെ ആദിത്യൻ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയാണ്. അക്ഷൻ കനീനിക എന്ന്. ആ കണ്ണിലെ കൺമിഴികളിൽ രണ്ടും എടുക്കാം നമുക്ക് അല്ലേ? ആ ദ്വിതീയ ഇന്ദ്രിയങ്ങളിലും ആര് പ്രവർത്തിക്കുന്നു? ആദിത്യൻ, അതായത് സൂര്യദേവത പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ പ്രകൃതിയെ മുഴുവൻ എൻ്റെ ഈ നേത്രേന്ദ്രിയം കൊണ്ട് കണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്നത്. അത് സുഖ ആസ്വാദനമായിക്കോട്ടെ ദുഃഖ ആസ്വാദനമായിക്കോട്ടെ അല്ലേ? രണ്ടും ആസ്വാദനം തന്നെയാണ്. അത് എന്തും ആയിക്കോട്ടെ, ഞാൻ പ്രകൃതിയെ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എൻ്റെ നേത്രേന്ദ്രിയം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. നേത്രേന്ദ്രിയത്തിലെ ഓരോ ഞരമ്പുകളിലും പ്രാണൻ എത്തുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമല്ല, എൻ്റെ ശരീരത്തെ ഞാൻ അന്നം നൽകി ശരീരത്തിനെ പോഷിപ്പിക്കുന്നത് കൊണ്ടാണ് ആ ഞരമ്പുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ പ്രാണൻ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അന്നം ശക്തിയെ നൽകി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമതാരാണ്? അതിൽ സൂര്യദേവതയും അതിൻ്റെ ധർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ നേത്രേന്ദ്രിയം കൊണ്ട് എനിക്ക് ഈ പ്രകൃതിയെ കാണാൻ സാധിക്കുന്നത് അല്ലേ? ആ ദർശന ഭോഗം എന്നത് ഓരോ ഇന്ദ്രിയവും ഓരോ ഭോഗമാണല്ലേ? ശ്രവണഭോഗം, ദർശനഭോഗം, രസനഭോഗം, അങ്ങനെ സർവവും ഭോഗമാണ്, സർവ ഇന്ദ്രിയങ്ങൾ. അപ്പോൾ ദർശനം എന്ന ഭോഗം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ നേത്രേന്ദ്രിയം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ആരൊക്കെയുണ്ട്? ഒന്ന് പ്രാണൻ, ഞരമ്പുകളിലേക്ക് പ്രാണനെ നൽകുന്നു. രണ്ട് അന്നം, ഞാൻ കഴിക്കുന്ന അന്നം, ആ ആഹാരം ആ ഊർജത്തിനെ ശരീരത്തിലേക്ക് വലിച്ചെടുത്തിട്ട് കണ്ണിന് വേണ്ട ഊർജത്തിനെ കണ്ണിൻ്റെ ഞരമ്പുകളിലേക്ക് ചെല്ലുന്നു. അതുകൊണ്ട് ആ ഞരമ്പ് പ്രവർത്തിക്കുന്നു. അപ്പോൾ പ്രാണനുണ്ട്, അന്നമുണ്ട്, പിന്നെ ആരാണ്? മൂന്നാമത് സൂര്യദേവതയുണ്ട്. മറ്റേലൊക്കെ ഉണ്ട് കേട്ടോ, പർജന്യനിലും ഉണ്ട്, വരുണദേവതയുണ്ട്, പ്രാണനുണ്ട്, അന്നമുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞതാ, അതുകൊണ്ടാണ് പറയാറുള്ളത്. അപ്പം ഇവർ മൂന്ന് പേരും ഉണ്ട്. നമ്മൾ വിചാരിക്കും എൻ്റെ എന്തൊരു കാഴ്ചയാണ്, എനിക്ക് നല്ല കാഴ്ച ശക്തിയാണ്, എനിക്ക് എത്ര ദൂരെയൊന്നും കാണാം, എത്ര ദൂരെയുള്ള വസ്തുവിനെയും കാണാം, അല്ലെ എത്ര ചെറിയ അക്ഷരവും ഞാൻ വായിക്കും, എനിക്ക് കണ്ണടയൊന്നും വേണ്ട. അതിലൊന്നും ഒരു കാര്യമില്ല. ഇവർ മൂന്ന് പേരും അവയുടെ ധർമ്മം ചെയ്യുന്നത് കൊണ്ടാണ്. ഒന്നതിന് ഒരു കോട്ടം വരട്ടെ, അപ്പം അറിയാം നേത്രേന്ദ്രിയത്തിൻ്റെ നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം
ഒരു പ്രായമാകുമ്പോൾ നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് കൂടുതൽ പറയേണ്ട കാര്യമില്ല അല്ലേ. നേത്രേന്ദ്രിയം ഇല്ലാതെ ജനിക്കുന്നവർക്കാണ് അതിൻ്റെ പ്രാധാന്യം. ഇന്നലെ ഒരു വീഡിയോ ഒരു അമ്മ അയച്ചു തന്നു. എന്താണ്, UPSCയിൽ 91ാമത്തെ റാങ്ക്, 2 കണ്ണും ഇല്ലാത്തൊരു കുട്ടിക്ക്, ഒരു പയ്യനാണ്, ഒരു മോനാണ് അതിന് കിട്ടിയത്. 2 കണ്ണുമില്ല, പക്ഷേ അതിന് റാങ്ക് കിട്ടി. ആ നേത്രേന്ദ്രിയം ഇല്ല, ആ ഇന്ദ്രിയം നമ്മുടെ പോലെ ജ്ഞാനേന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ അതിൻ്റെ ധർമ്മം നോക്ക്, മറ്റുള്ള ഇന്ദ്രിയങ്ങളാൽ അത് നേടിയെടുത്തു. അപ്പം അതില്ലാണ്ട് വരുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, 3 ദേവതയോടും നമ്മൾ നന്ദി പറയണമെന്ന്, കൃതാർത്ഥതയോടുകൂടി ഇരിക്കണം. എന്ത്? ഒന്ന് പ്രാണദേവത, മറ്റൊന്ന് ശരീരത്തിൽ ശക്തി നൽകുന്ന അന്നം അല്ലേ, 3ാമത് സൂര്യദേവത. അടുത്ത ആരാണ്? യത് കൃഷ്ണം തേന അഗ്നിഹി. യത് കൃഷ്ണം എന്ന് വെച്ചാൽ എന്താണ്? കറുപ്പെന്നാണ് അല്ലേ അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മുടെ കൺമിഴിയിൽ ഏതാണ് കറുപ്പ് ഭാഗം? കൃഷ്ണമണിയാണല്ലേ. ആ കൃഷ്ണമണിയിലിരിക്കുന്നത് എത്ര ദേവതയുണ്ടെന്ന് നോക്ക്. കൃഷ്ണമണിയിൽ തേന അഗ്നിഹി, അതായത് അക്ഷൻ അഗ്നിഹി, അഗ്നിദേവതയാണ് കൃഷ്ണമണിയിലിരിക്കുന്നത് അല്ലേ. കൃഷ്ണമണി കൊണ്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. നമുക്ക് എല്ലാറ്റിനെയും കാണുവാൻ ആ പ്രകാശം നൽകുന്നത്, സർവത്തിനെയും ദ്യോതിപ്പിക്കുക. നമ്മുടെ കൺമുന്നിൽ എന്ത് വസ്തുവുണ്ടോ അതിനെ എനിക്ക് ദ്യോതിപ്പിച്ചു തരുന്നത് അഗ്നിദേവതയാണ് അല്ലേ. അതുകൊണ്ട് ആ അഗ്നിദേവതയെ സ്മരിക്കുക. അതിനോടൊപ്പം പ്രാണനും അന്നവും അല്ല, അന്നപാനീയങ്ങൾ, അന്നം മാത്രമല്ല അന്നപാനീയങ്ങൾ. 4ാമത്തെ ദേവതയെ അഗ്നിയായി കണ്ടു അല്ലേ. കൃഷ്ണമണി കാണുമ്പോൾ അവിടെ എൻ്റെ കൃഷ്ണമണിയിൽ സ്ഥിതി ചെയ്യുന്നത് അഗ്നിദേവതയാണ് എന്ന് ചിന്തിച്ചാൽ അത് ഉപാസനയായി മാറും. ഇപ്പോൾ ഇവിടെ യാജ്ഞവൽക്യ മഹർഷി പുറമേ ഉപാസന പറയുന്നില്ല, നമ്മളോട് തന്നെ ഒരു ഇന്ദ്രിയം, ഒറ്റ ഇന്ദ്രിയത്തിന് ഇത്രയും ദേവത വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ശരീരത്തിലെ മറ്റ് ഇന്ദ്രിയങ്ങൾ, മറ്റ് അവയവങ്ങൾ, എത്ര ദേവതയുണ്ടാവും. എന്നിട്ട് ഞാൻ പറയുന്നു എൻ്റെ ശരീരം എൻ്റെ എന്ന്. ആ ഭാവം മാറ്റിയെടുക്കി തരികയാണ് ഇവിടെ ഓരോ ദേവതയെ ഉപമിച്ചുകൊണ്ട്. അടുത്തത് എന്താ? 5ാമത്തെ ആരായിരിക്കും? യത് ശുക്ലം തേന ഇന്ദ്രഹ. യത് ശുക്ലം എന്ന് വെച്ചാൽ വെളുപ്പ് നിറം. കണ്ണിലുള്ളിലെ കൃഷ്ണമണിയുടെ തൊട്ടപ്പുറം നമുക്ക് വെളുപ്പ് നിറമില്ലേ. ആ വെളുപ്പ് നിറം എന്താണ്? കണ്ണിനുള്ളിലെ ആ വെളുത്ത ഭാഗത്ത് ആരാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ദ്രഹ. ഇവിടെ ഇന്ദ്രൻ ആരാ? മഖവനായ ഇന്ദ്രൻ. ദേവതകളിലെ ദേവേന്ദ്രനെയാണ് ഇവിടെ പറയുന്നത്. ആ ഇന്ദ്രദേവത കണ്ണിനുള്ളിലെ കൃഷ്ണമണിയിലെ എന്താണ് വെളുത്ത ഭാഗത്ത് ഇന്ദ്രദേവതയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദ്രൻ്റെ ധർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് കണ്ണിന് ബലം കിട്ടുന്നത്. ഇന്ദ്രൻ്റെ ധർമ്മം എന്താ? ബലവാനാണ്. ശരീരത്തിന് ബലം നൽകുന്ന ദേവതയാണ് ഇന്ദ്രൻ അല്ലേ. അപ്പം നമുക്ക് ആ കണ്ണിന് വേണ്ട ബലം ആര് നൽകുന്നു? ആരുടെ സഹായം കൊണ്ടാണ് അത് കിട്ടുന്നത്? ഇന്ദ്രദേവത ആ ഭാഗത്ത് സ്ഥാനമുറപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്ന് ഉപാസിക്കൂ അല്ലെ. കൃഷ്ണമണിയിൽ വെളുത്ത ഭാഗത്ത്, കണ്ണിനുള്ളിലെ വെളുത്ത ഭാഗം കാണുമ്പോൾ അവിടെ ഇന്ദ്രദേവതയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചിന്തിക്കൂ എന്ന് പറയുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹസ്തയോരിന്ദ്രഹ ഇത്യാദി. എവിടെയോ പഠിച്ച ചാന്തോകിയല്ല, തത്വബോധം മുതലേ പഠിക്കുന്നതാണ്. പിന്നെ നമ്മൾ വേദാന്ത സാരത്തിലൊക്കെ പഠിച്ചു ഓരോ ദേവതകളും അവയുടെ ധർമ്മവും. അത് പാദയോ വിഷ്ണു ഹസ്തയോരിന്ദ്രഹ ഇത്യാദി ശ്ലോകങ്ങൾ പഠിച്ചതാണ്, അത് ഓർക്കുക. അപ്പം യത് ശുക്ലം തേന ഇന്ദ്രഹ. 5ാമത്തെ ദേവത ആരാണ്? കണ്ണിനുള്ളിലെ വെളുത്ത ഭാഗത്ത് ഇന്ദ്രദേവതയാണ് സ്ഥാനമുറപ്പിച്ചിരിക്കുന്നത്. ഇന്ദ്രദേവത ആ ദേവതയുടെ ധർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് കണ്ണിനുള്ളിലേക്ക് ശക്തി വരുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം ശക്തി രൂപത്തിൽ അവിടെ പ്രകടമാകുന്നത്
ആ ഇന്ദ്രദേവ നമ്മൾ വിചാരിക്കും ഞാൻ ചീരയൊക്കെ കഴിക്കുന്നുണ്ട് അല്ലേ, അപ്പോൾ കണ്ണിന് എനിക്ക് നല്ല മുരിങ്ങക്ക കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ കണ്ണിന് നല്ല കാഴ്ച കിട്ടുന്നു. അല്ല, ഇവർ അവയുടെ ധർമ്മം ചെയ്യുന്നത് കൊണ്ടാണ്. അന്നം എന്നത് സെക്കൻഡറിയാണ്, പ്രാഥമികമാരാണ്, പ്രൈമറി ആരാണ്? ഈ ദേവതകൾ അവയുടെ ധർമ്മം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ടാണ് ദേവതയെ നമ്മൾ എപ്പോഴും ഉപാസിക്കണമെന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ എന്തിനാ ഭദ്രം കർണേഭി ചൊല്ലുന്ന? അന്ന് നമ്മൾ പഠിച്ചത് അഥർവണ വേദത്തിൽ എന്നും ചൊല്ലണം എന്ന് അന്നേ പറഞ്ഞതാ. കാരണം എന്താ? ഈ ദേവതകളുടെയൊക്കെ അനുഗ്രഹം എൻ്റെ ഇന്ദ്രിയങ്ങൾക്കുണ്ടായാലേ എൻ്റെ ശരീരത്തിന് ബലം കിട്ടൂ, മനസ്സിന് ബലം കിട്ടൂ, എങ്കിലേ എനിക്ക് സശ്രദ്ധം സാധന അനുഷ്ഠിക്കുവാൻ, നിഷ്ഠയോടെ സാധന അനുഷ്ഠിക്കുവാനും സാധന തുടരുവാനും സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞതാണ്. ദേവതകളുടെ സ്വഭാവം തന്നെ ഇങ്ങനെയാണ്. പരോക്ഷപ്രിയാഹി ദേവത എന്നാണ് പറയുന്നത്. ദേവതകൾ നമ്മളുടെ പ്രിയം ആഗ്രഹിക്കുക, അവർക്ക് എന്ത് കിട്ടിയാലും സന്തോഷമാണ്. ദേവതയെ പ്രീതിപ്പെടുത്തണം, ദേവതാ പ്രീത്യർത്ഥം എന്ന് പറഞ്ഞ് വേദത്തിൽ പറയും. ഏത് ഹവിസർപ്പിക്കുമ്പോഴും എന്ത് പൂജ ചെയ്യുമ്പോഴും സർവ്വദേവതകളെയും പ്രീതിപ്പെടുത്തും. കാരണം എന്താ? ദേവതകൾക്ക് പ്രീതിയാണ് ഏറ്റവും ഇഷ്ടം, സ്തുതിയാണ് ഏറ്റവും ഇഷ്ടം. അവരെ സ്തുതി ചെയ്താൽ, പ്രീതിപ്പെടുത്തിയാൽ എന്താണ്? അവർ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ബലത്തിനെ, പോഷണത്തിനെ നൽകും. അപ്പോൾ നമുക്ക് ആരോഗ്യാദി വിഷമങ്ങൾ ഉണ്ടാവില്ല, ദൃഢ ബലമുണ്ടാകും ശരീരത്തിനും മനസ്സിനും. അല്ലേ, ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ചന്ദ്രമാ മനസ്സോ ജായത. എന്തിനാണ് ചന്ദ്രദേവതയെ ഉപാസിക്കുന്നത്? മനസ്സിന് സ്വസ്തി കിട്ടാനായിട്ട്. അല്ലേ, മനസ്സിന് സ്വസ്തി ഉണ്ടെങ്കിലേ എനിക്ക് ശ്രദ്ധയോടെ ശ്രവണം ചെയ്യാൻ സാധിക്കൂ, ശ്രദ്ധയോടെ ഉപാസന ചെയ്യാൻ സാധിക്കൂ. അല്ലേ, ചക്ഷുർ സൂര്യ, സൂര്യനെ ഉപാസിക്കാൻ പറഞ്ഞു കണ്ണിന് ബലത്തിന് വേണ്ടി. പാദയോ വിഷ്ണുഹു, വിഷ്ണുദേവതയെ ഉപാസിക്കാൻ പറഞ്ഞു. എന്തിന്? പാദത്തിന് ബലം കിട്ടാനായിട്ട്, ശരീരത്തിന് ബലം കിട്ടാനായിട്ട്. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ദേവതകളുടെ സ്വഭാവമേ ഇതാണ്. അവർ വെറുതെ ഇരുന്ന് ഡ്യൂട്ടി ചെയ്യില്ല, നമ്മൾ അവരെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം, നമ്മൾ അവർക്ക് വേണ്ട ബഹുമാനം, ആദരവ് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ എന്താണ്? ദേവതകളുടെ അപ്രീതി ഉണ്ടാകും. അപ്പോഴെന്താണ്? വ്യാധി ആദി രൂപത്തിൽ ശരീരത്തിലും മനസ്സിനും അത് പ്രകടമാകും. അതുകൊണ്ടാണ് ഈ ജ്യോതിശാസ്ത്രങ്ങളിലൊക്കെ ദേവതകൾക്ക് ഇത്രയും സ്ഥാനം കൊടുത്ത് അവയ്ക്ക് ഉപാസനകൾ, യാഗഹോമാദികളൊക്കെ നിർദ്ദേശിക്കുന്നത്. അവരുടെ പ്രീതി ഉണ്ടാകണം. അപ്പം അത് തന്നെ ഇവിടെ പറയുന്നു യാജ്ഞവൽക്യ മഹർഷി. അടുത്തത് ഏതാണ്? ആറാമത്തത്. അധരസ്യ ഏനം വർത്തന്യ, അധരസ്യ ഏനം വർത്തന്യ പൃഥിവീ അന്വായത്ത. അതായത് നേത്രേന്ദ്രിയമാണല്ലോ പറയുന്നത്. ആ നേത്രേന്ദ്രിയത്തിലെ അധരഭാഗം, അധരം എന്ന് വെച്ചാൽ താഴ്ന്ന ഭാഗം, അതായത് കൺപോള. നമുക്ക് മുകളിലും താഴെയും ഇല്ലേ, കൺപോളയും കൺപീലിയും ഉണ്ടല്ലേ. ആ കൺപോള, താഴത്തെ കൺപോള എന്താണ്? പൃഥിവീ ദേവതയായിട്ട്, പൃഥിവീ ദേവത അവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ഉപാസിക്കൂ എന്ന് പറയുകയാണ്. പൃഥിവീ ദേവത, ഓരോ ദേവതയെ പറയാം. അഗ്നിയെ പറഞ്ഞു, സൂര്യനെ പറഞ്ഞു, അതുപോലെ പഞ്ചമഹാഭൂതങ്ങളിൽ പൃഥിവി പറയുകയാണ് അടുത്തത്. പൃഥിവി ദേവതയാണ് അവിടെ. നമുക്ക് ഈ താഴത്തെ കൺപോളയും അടുത്തത് മുകളിലത്തെ കൺപോളയാണ് പറയുന്നത്. അപ്പം ഇത് രണ്ടും പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കണ്ണടച്ചുകൊണ്ട് ഉറങ്ങാൻ സാധിക്കുന്നത്, അല്ലെ കണ്ണടച്ച് ധ്യാനിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ കണ്ണടയ്ക്കാൻ സാധിക്കുന്നത്. അല്ലേ, അപ്പം ഇത് അടയ്ക്കാണ്ട് വരുമ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്, കൺപോള അടയ്ക്കാണ്ട് അങ്ങനെയുണ്ട്, അങ്ങനെയുള്ള വ്യാധികളുണ്ട്. അപ്പോൾ അവിടെ പൃഥ്വി ദേവത അവയുടെ ധർമ്മം ചെയ്യുന്നത് കൊണ്ട് എനിക്കത് സാധിക്കുന്നു. എത്ര സൂക്ഷ്മമായിട്ടാണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നത് നോക്കൂ. ഒരു കൺപോള തുറന്നിട്ട് അടയ്ക്കാൻ പോലുള്ള അനുവാദം എനിക്കില്ല. എന്താണ്? കൺപോള തുറന്നിട്ട് അടയ്ക്കാൻ പോലുള്ള അനുവാദം എനിക്കില്ല. അതുപോലും ദേവതകളാണ് ചെയ്യണത്.
നമ്മൾ എത്ര നിസ്സഹായരാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷി. അതിവിടെ പറയുന്നു. ദ്യൗ, അടുത്തത് ദ്യൗ, ആറാമത്തത് പൃഥ്വി, അടുത്തത് ദ്യൗഹു. ദ്യൗഹു എന്ന് വെച്ചാൽ ആകാശദേവൻ അല്ലേ. ദ്യൗരന്തരീക്ഷം കുരു ഉദരമന്തരം കുരുതേ അത തസ്യ ഭയം ഭവതി. ദ്യൗ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ്യൗ എന്ന് വെച്ചാൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നത് മനനാണ് കേട്ടോ, ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദ്യൗഹു എന്ന് പറഞ്ഞാൽ ആകാശദേവത. ആകാശദേവത ഉത്തരസ്യ, ഉത്തരം എന്ന് വെച്ചാൽ മുകൾ ഭാഗം, കൺപോളയിൽ മുകൾ കൺപോള, അതടയ്ക്കാൻ സാധിക്കുന്നത്, അത് തുറയ്ക്കാൻ സാധിക്കുന്നത് എന്താണ്? ആകാശദേവത. പഞ്ചമഹാഭൂതത്തിലെ പ്രഥമ ദേവത. ആ ആകാശദേവത ഇവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്ന് നീ ധ്യാനിക്കൂ. എപ്പോഴൊക്കെയാണോ കൺപോള അടയ്ക്കുന്നത്, തുറക്കുന്നത്, ഈ സമയത്ത് ഈ ദേവതകളെ നീ ചിന്തിക്കൂ എന്ന് യാജ്ഞവൽക്യ മഹർഷി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഇവിടെ പറയാത്ത അനേകമുണ്ട് അല്ലേ. 7 ദേവതയെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഈ 7 ദേവതകളെയും ചിന്തിക്കാം, പക്ഷെ അത് സാധിക്കുന്നില്ല. ഏതെങ്കിലും ഒന്ന്, ഏതാണോ എനിക്ക് കൂടുതൽ ഓർക്കാൻ സാധിക്കുന്നത്, നമുക്കിപ്പോൾ ആദിത്യനെ ഓർക്കാം. കാരണം സൂര്യദേവത തൻ്റെ പ്രകാശകിരണം പ്രകൃതിയിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് പ്രകൃതി മുഴുവൻ പ്രകാശപൂരിതമായിരിക്കുന്നത്. ആ പ്രകാശമുള്ളത് കൊണ്ടാണ് എൻ്റെ നേത്രേന്ദ്രിയം പ്രവർത്തിക്കുന്നത്. നിങ്ങൾ അമാവാസി ദിവസം ഒന്ന് നോക്കൂ, കുറ്റിരുട്ട്. എൻ്റെ ഇന്ദ്രിയം, നേത്രേന്ദ്രിയം എനിക്ക് 100% വർക്കിംഗ് ആണെന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, പ്രകാശം പ്രകൃതിയിലില്ലെങ്കിൽ, അന്തരീക്ഷത്തിലില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ അല്ലേ? എൻ്റെ നേത്രേന്ദ്രിയത്തിന് കഴിവുണ്ടെങ്കിൽ പോലും എനിക്ക് കാണാൻ സാധിക്കില്ല. കാരണം എന്താ? പ്രകാശമില്ല അന്തരീക്ഷത്തിൽ. അപ്പം അത് ചെയ്തു തരുന്നത് സൂര്യദേവതയാണ്. അവയുടെ ധർമ്മം യഥാക്രമം ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ അത് ഉപാസനയായി. ആ ഉപാസന ഇവിടെ പറയുന്നു. ആരാണോ ഈ വിധം ഉപാസിക്കുന്നത്, സകാമമായി ഉപാസിക്കുന്നവർക്കുള്ള ഫലമാണ് പറയുന്നത്. ന അസ്യ അന്നം ക്ഷീയതേ യ ഏവം വേദ. ഇത് നീ അറിയ വേണം. നമ്മളോട് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, ഈ ഉപാസനയെ നീ അറിയ വേണം. സകാമമായി ചെയ്താൽ എന്താണ്? അവർക്ക് ഒരിക്കലും അന്നം ക്ഷയിക്കുകയില്ല. ന അസ്യ അന്നം ക്ഷീയത എന്ന് വെച്ചാൽ അസ്യ അന്നം ന ക്ഷീയത. ന ക്ഷീയതയുടെ മുന്നിൽ ചേർക്കണം അന്വയിക്കുമ്പോൾ. അസ്യ അന്നം ന ക്ഷീയതേ, അവർക്ക് ഒരിക്കലും അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് സകാമ ഫലമാണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. നമ്മൾക്കാർക്കും സകാമ ഫലം വേണ്ട, നമുക്ക് എന്താണ്? നിഷ്കാമ ഫലമാണ് വേണ്ടത്. അപ്പോൾ എന്താണ് ഇവിടെ നിഷ്കാമ ഫലം? എഴുതിക്കോളൂ. നിഷ്കാമഫലം ദേവതാപ്രീതി. ദേവതാപ്രീതി, നിഷ്കാമ ഫലം ദേവതാപ്രീതി ഉണ്ടാകും എന്ന് വെച്ചാൽ സാധനയ്ക്ക് അനുകൂലമായ മനസ്സും സാധനയ്ക്ക് അനുകൂലമായ ശരീരവും. ഒന്നുകൂടെ പറയാം, എഴുതി വെച്ചോളൂ. നിഷ്കാമ ഫലം എന്ന് വെച്ചാൽ ദേവതാപ്രീതിയാണ്. ദേവതാപ്രീതി എന്ന് വെച്ചാൽ എന്താണ്? സാധനയ്ക്ക് അല്ലെ ഉപാസനയ്ക്ക്, രണ്ടും ഒന്ന് തന്നെയാണ്. സാധനയ്ക്ക് അനുകൂലമായ മനസ്സും സാധനയ്ക്ക് അനുകൂലമായ ശരീരവും. നമുക്കതുപോലെ വേറെ എന്താ വേണ്ടതല്ലേ? സാധനയ്ക്ക് അനുകൂലമായ മനസ്സും സാധനയ്ക്ക് അനുകൂലമായ ശരീരവും, അതായത് ഇന്ദ്രിയങ്ങളും അല്ലേ. എനിക്ക് സാധന ചെയ്യണമെന്ന് വളരെ തീവ്രമായ ആഗ്രഹമാണ്. പക്ഷെ എൻ്റെ ഇന്ദ്രിയങ്ങൾ സമ്മതിക്കുന്നില്ല എങ്കിൽ ദേവതകൾ പിണങ്ങി നിൽക്കുകയാണ്. നീ അവിടെ ഇരുന്ന് വെറുതെ ആഗ്രഹിച്ചോ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഞങ്ങൾ ആരും സഹകരിക്കില്ല എന്ന് ഇന്ദ്രിയങ്ങൾ പറഞ്ഞാലോ എല്ലാ കാര്യമുണ്ടോ? ഇല്ലല്ലേ. അപ്പോൾ സാധനയ്ക്ക് അനുകൂലമായി ശരീരം കിട്ടുക എന്നത് അഹോഭാഗ്യമാണ്.
കാരണം ഇന്ദ്രിയ ദേവതകളൊക്കെ അനുഗ്രഹിക്കും. നമ്മളൊന്ന് സാധനയ്ക്ക് ഇറങ്ങി തിരിച്ചാൽ മതി, അല്ലെ അതിന് തുനിഞ്ഞാൽ മതി, ഇന്ദ്രിയങ്ങൾ അനുഗ്രഹിക്കും. കാരണം എന്താ, കോടിയിൽ ഒരാളായിരിക്കും അല്ലെ ലക്ഷത്തിൽ ഒരാളായിരിക്കും സാധന ചെയ്യാനായിട്ട് വരുന്നത്, അല്ലെ ദേവതകളെ പ്രീതിപ്പെടുത്തുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ആരാണ് ദേവതയെ പ്രീതിപ്പെടുത്തുക, അല്ലേ? വളരെ വിരളമാണ്. അപ്പം അവരിത് കിട്ടാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ് ദേവതകൾ. അപ്പം ദേവതകളെ പ്രീതിപ്പെടുത്തുമ്പോൾ അവർ സാധനയ്ക്ക് അനുകൂലമായ ഇന്ദ്രിയങ്ങൾ നമുക്ക് അവർ അനുഗ്രഹിച്ച് നൽകും. അതാണ് നിഷ്കാമഫലം. അന്നം ഒരിക്കലും ക്ഷയിക്കില്ല എന്നത് സകാമഫലമാണ് യാജ്ഞവൽക്യ മഹർഷി ഇവിടെ പറയുന്നത്. അപ്പം എന്ന് വെച്ചാൽ എന്താണ്, അന്നം ഒരിക്കലും ഇവർക്ക് അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറയുന്നു. അപ്പം നമ്മൾ പഠിച്ചിരുന്നു ഒന്നാമത്തെ മന്ത്രത്തിൽ അന്നം എന്തിനാണ്, ശരീരത്തിന് പോഷണം നൽകാനായിട്ട്, അല്ലേ? ശരീര ശക്തി. തൊട്ട് മുമ്പത്തെ മന്ത്രത്തിൽ അന്നം നമ്മൾ കണ്ടിരുന്നു. എന്താണ്, പ്രാണൻ മാത്രം പോരാ ശരീരത്തിന്, അന്നവും കൂടെ, അന്നപാനീയങ്ങൾ നൽകി ശരീരത്തിനെ പോഷിപ്പിച്ചാലേ പ്രാണൻ അതിൻ്റെ ധർമ്മം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പഠിച്ചിരുന്നു. അതേ കാര്യം ഇവിടെയും ഓർക്കണം. അന്നം ഒരിക്കലും ക്ഷയിക്കില്ല എന്ന് വെച്ചാൽ എന്താണ്, അന്നം ശരീരത്തിന് നൽകി ശരീരത്തിനെ പോഷിപ്പിക്കാൻ സാധിക്കും. ആ പോഷണം ഉള്ള ശരീരം സാധനയ്ക്ക് അനുകൂലമായി വരും. ഒന്നുകൂടെ പറയാം, അന്നം ഒരിക്കലും ക്ഷയിക്കില്ല എന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞത് അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല, ധാരാളം ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നല്ല, അല്ലെ അവരുടെ പത്തായം മുഴുവൻ നെല്ലും ഉണ്ടാവുമെന്നല്ല. എൻ്റെ അർത്ഥം എന്താണ്, അവർക്ക് ശരീരത്തിന് ആവശ്യമായ പോഷണം എപ്പോഴും ദേവതകളുടെ അനുഗ്രഹത്തിനാൽ അവർക്ക് വന്നു ചേരും. അതിനു വേണ്ടി എന്താ പറയുക, സമയം പാഴാക്കേണ്ടതായി വരില്ല, അവർക്ക് വന്നു ചേരും, അല്ലേ? അന്നവാൻ അന്നാദോ ഭവതി മഹാൻ ഭവതി പ്രജയാ പശുഭിർ ബ്രഹ്മവർച്ചസേന മഹാൻ കീർത്തിയ. തൈത്തിരീയോപനിഷത്ത് ബ്രഹ്മാനന്ദവല്ലി നമ്മൾ കണ്ടതാണ്. അന്നം ന നിന്ദ്യാ തദ്വ്രതം ആപോവാ അന്നം ഇത്യാദി മന്ത്രങ്ങൾ ഇവിടെ മനനം ചെയ്യാവുന്നതാണ്. അവരെ തേടി വരുമെന്ന് അന്നം. അപ്പം എന്താണ്, അവരുടെ ശരീരം എപ്പോഴും അവർക്ക് സാധനയ്ക്ക് വേണ്ടി പോഷിപ്പിക്കാൻ സാധിക്കുന്നു. അപ്പം ആ ചെല്ലുന്ന ശക്തി ഓരോ ഇന്ദ്രിയങ്ങളും ബലമുള്ളതായി മാറും. ആ ബലമുള്ള ഇന്ദ്രിയം കൊണ്ട് നിഷ്ഠയോടെ അവർക്ക് സാധന അനുഷ്ഠിക്കാൻ സാധിക്കും എന്ന് പറയും. ആശ്രമങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാം, നമ്മുടെ പൂർവികരായ മഹാത്മാക്കൾ സാധന അനുഷ്ഠിച്ചതുകൊണ്ടാണ് നമ്മളാണ് അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്നത്. ഇഷ്ടംപടി അന്നമാണ്, ആളുകൾ അന്നദാനം നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു നേരം പോലും ഒരു വീട്ടിൽ പോയി ചോദിക്കണ്ടേ. നമ്മളാകെ മധുകരി വിഷയം എടുത്തത് സന്യാസം എടുത്തപ്പോൾ മാത്രമാണ് ആളുകളുടെ അടുത്ത് പോയി അന്നം തരുമോ എന്ന് ചോദിച്ചത്. അല്ലാതെ ഒരു നിമിഷം പോലും ഭിക്ഷയ്ക്കായിട്ട് ആളുകളുടെ അടുത്ത് പോകേണ്ട. കാരണം എന്താ, ആളുകൾ ഇങ്ങോട്ട് കൊണ്ട് തരികയാണ്. അത് പൂർവികർ ചെയ്ത സുഹൃതം, അവർ ചെയ്ത സാധന കൊണ്ട്. ഇപ്പം എന്താണ്, അതിനു വേണ്ടി സമയം കണ്ടത്. നമ്മളിപ്പോൾ മധുകരി ഭിക്ഷ എടുക്കണേ ഓരോ വീട്ടിലും പോയി ചോദിക്കണം, അന്നം തരുമോ അന്നം തരുമോ എന്ന്. 5 വീട്ടിൽ പോകാൻ ഒരു ദിവസം ഇത്ര നാഴിക ഇത്ര വിനാഴികയുണ്ട് ഭിക്ഷ എടുക്കാനായിട്ട്. ആ സമയത്തേ പോകാൻ പാടുള്ളൂ. അപ്പോൾ ആ ഭിക്ഷയ്ക്ക് പോകുമ്പോൾ 5 വീട്ടിൽ പോകാനേ അധികാരമുള്ളൂ. അപ്പോൾ 5 വീട്ടിൽ 4 വീട്ടിലും ഇല്ലെന്ന് പറഞ്ഞാൽ, അല്ലെ 5 വീട്ടിലും ഇല്ലെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം അന്നമില്ല. അങ്ങനെ ദിവസങ്ങളായാൽ ശരീരം ക്ഷയിക്കും, ശരീരത്തിന് സാധന അനുഷ്ഠിക്കാൻ പറ്റാണ്ടായി വരും, ഭിക്ഷ എടുക്കാൻ പറ്റാണ്ടായി വരും, അല്ലേ? പൂർവികരായ മഹാത്മാക്കൾ ഇതൊക്കെ അനുഭവിച്ചതാണ്. പക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്താണ്, ഇതൊന്നും വേണ്ട. ദാരിദ്ര്യമായ ഒരു ആശ്രമവും ഇല്ല, ഒറ്റ ആശ്രമം പോലും ഇല്ല ദാരിദ്ര്യത്തിലുള്ള. എല്ലായിടത്തും ധാരാളമാണ് ആളുകൾ ഭിക്ഷ കൊടുക്കുന്നത്. കഴിക്കാൻ വയ്യാത്ത കുഴപ്പമേ ഉള്ളൂ. ഭണ്ഡാര, ഇന്നിനി ഭണ്ഡാര തുടങ്ങുകയാണ്. ഇനി ഭക്ഷണത്തോട് ഭക്ഷണമായിരിക്കും. ഇന്ന്
ചാർദം തുറക്കുകയല്ലേ, ഇന്ന് രാവിലെ ഭണ്ഡാരമുണ്ട്, വൈകിട്ട് ഭണ്ഡാരമുണ്ട്. ഇന്നതിന് 6 മാസം ഭക്ഷണമായിരുന്നു. ഇഷ്ടം പാടി ആളുകൾ തരുക. അതാണ് ന അസ്യ അന്നം ക്ഷീയതേ. അവർക്ക് തേടി വരും അന്നം എന്ന് പറയും. എന്തിനു വേണ്ടി? സാധനയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ ആളുകൾ എന്താ ചെയ്യുന്നത്? ഭിക്ഷ മാത്രം എടുക്കും. അങ്ങനെയും മാറി കാലം. അതിലേക്ക് പോകുന്നില്ല, നമുക്ക് മടങ്ങി വരാം. ഏവം വേദ, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. അങ്ങനെ നമ്മൾ മന്ത്രം 2 കണ്ട്. അപ്പോൾ 1ഉം 2ഉം മന്ത്രം 2 ഉപാസനയാണ്. ഒന്ന് പശുക്കിടാവിനെ ഉപാസിക്കാൻ പറയുന്നു, അതിനെ കാണുമ്പോൾ. രണ്ടാമത്തത് അക്ഷി ഉപാസന. അക്ഷി ഇന്ദ്രിയത്തിൽ ഓരോ ഇന്ദ്രിയത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ദേവതകളെ ഉപാസിക്കാൻ പറയുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. മൂന്നാമത്തത്. 3ഉം 4ഉം ഒരുമിച്ചാണ് കേട്ടോ. മന്ത്രം വളരെ വലുതാണ്, പക്ഷെ കാര്യം വളരെ നിസ്സാരവുമാണ്. അതുകൊണ്ട് നമുക്ക് 3ഉം 4ഉം മന്ത്രം ഒരുമിച്ച് പാരായണം ചെയ്യാം. വ്യാഖ്യാനം നാളെ കാണാം. ആദ്യം പദച്ഛേദം നടത്താം. നിങ്ങൾ ശ്രദ്ധിക്കുക. തദ്ദേശ ശ്ലോകോ ഭവതി. ആദ്യം 3ആമത്തത് പദച്ഛേദം നടത്താം, എന്നിട്ട് 4ആമത്തെ ചെയ്യാം. ഒരുമിച്ച് പാരായണം ചെയ്യാം. തദ്ദേശ ശ്ലോകോ ഭവതി. അർവാങ് ബിലഹ ചമസഹ. അർവാങ് ബില ചമസ. ചമസഹ എന്നാണ് കേട്ടോ, വിസർഗമുണ്ട്. അർവാങ് ബില ചമസ ഊർധ ബുധ്നഃ തസ്മിൻ യശഃ നിഹിതം വിശ്വരൂപം. വിശ്വരൂപം അവിടെ വിരാമമാണ്, ഫുൾ സ്റ്റോപ്പ്. തസ്മിൻ യശഃ നിഹിതം വിശ്വരൂപം. തസ്മിൻ യശഃ നിഹിതം വിശ്വരൂപം. തസ്യാസത. തസ്യാസത. തസ്യാസത ഒരുമിച്ചാണ്. അതെ, തസ്യാസത. ഹൃഷയഃ. ഹൃഷയഃ. സപ്തതീരേ. സപ്തതീരേ. വാക് അഷ്ടമി. വാഗഷ്ടമി എന്നാണ്, 2ആയിട്ട് പറയുകയാണ്. വാക് അധികം അഷ്ടമി. ബ്രഹ്മണ സംവിധാന ഇതി. വിരാമം. സംവിധാന ഇതി. അടുത്തത് അർവാങ് ബില ചമസഹ ഊർധ്വ ബുധ്ന. ഹൃക് മന്ത്രമാണ് കേട്ടോ. ഋഗ്വേദത്തിൽ നിന്നും ഇതിലേക്ക് കടമെടുത്തതാണ്. അർവാങ് ബില ചമസഹ, അതായത് സോമയാഗം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മന്ത്രമാണ്. നമ്മൾ സോമയാഗം പഠിച്ചില്ലേ, സോമരസം പഠിച്ചപ്പോൾ. സോമയാഗം എന്ന് വെച്ചാൽ സ്വർഗാദി ലോകപ്രാപ്തിക്കായിട്ട് ഇഹലോകത്തിരുന്ന് അനുഷ്ഠിക്കുന്ന ഉപാസനയാണ്, യാഗമാണ് സോമയാഗം. അപ്പം അത് അനുഷ്ഠിച്ചാൽ അതിൻ്റെ ഫലം സ്വർഗാദി ലോക ഭോഗപ്രാപ്തിയാണ്. അപ്പം ആ സോമയാഗം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മന്ത്രത്തിൻ്റെ ഒറ്റ വരി മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. വലിയതാണ് കേട്ടോ. അതിൻ്റെ ഒരു ഏട് മാത്രം ഇവിടെ പറയുന്നു. അപ്പം അർവാങ് ബില ചമസഹ ഊർധ ബുധ എന്ന് വെച്ചാൽ ഹൃക് മന്ത്രമാണ്. ഇതീദം തച്ഛിരഃ. തത് ശിരഃ. ഏഷഃ ഹി അർവാങ് ബിലഃ. ഹി എന്നാണ്. ഹി അർവാങ് ബിലഃ ചമസഃ ഊർധ്വ ബുധ്നഃ തസ്മിൻ യശഃ നിഹിതം വിശ്വരൂപം ഇതി. ഇതി എന്നുണ്ട് കേട്ടോ അവിടെ. തസ്മിൻ ഇതി. ഇതി അവിടെ ഫുൾ സ്റ്റോപ്പാണ്. ഇതി വിരാമം. വിശ്വരൂപം ഇതി. അത് കഴിഞ്ഞ് പ്രാണ വൈ യശഃ വിശ്വരൂപം. പ്രാണാൻ
एताद् आह प्राणान् एताद् आह तस्यासथ ऋषयः सप्त तीरे इति इति അവിടെ ഫുൾ സ്റ്റോപ്പ് प्राणा वा ऋषयः प्राणान् एताद् आह प्राणा वा ऋषयः प्राणान् एताद् आह वाक् अष्टमी ब्रह्मणा संविधान इति विरामम् वाक् अष्टमी ब्रह्मणा संवितत्ते संवित्ते എന്നേ ഉള്ളൂ സംവിത്തേ വാക് അഷ്ടമി ബ്രഹ്മണ സംവിത്തേ ഒന്നുകൂടെ പറയാവേ തദേശ ശ്ലോകോ ഭവതി അർവാങ് ബില ചമസഃ ഊർധ്വ ബുധ്നഃ തസ്മിൻ യശഃ നിഹിതം വിശ്വരൂപം തസ്യാ സദാ ഋഷയഃ സപ്തതീരേ വാക് അഷ്ടമി ബ്രഹ്മണാ സംവിധാന ഇതി അർവാങ് ബില ചമസഃ ഊർധ്വ ബുധ്നഃ ഇതീദം തച്ശിരഃ ഏഷഃ ഹി അർവാങ് ബില ചമസഃ ഊർധ്വ ബുധ്നഃ തസ്മിൻ യശഃ നിഹിതം വിശ്വരൂപം ഇതി പ്രാണാവൈ യശഃ വിശ്വരൂപം പ്രാണാൻ ഏതാദ് ആഹ തസ്യാ സദ ഋഷയഃ സപ്തതീരേ ഇതി പ്രാണാവാ ഋഷയഃ പ്രാണാൻ ഏതാദ് ആഹ വാക് അഷ്ടമി ബ്രഹ്മണാ സംവിധാന ഇതി വാക് അഷ്ടമി ബ്രഹ്മണാ സംവിത്തേ താരും കണ്ടാരും ബേജാറാകല് എളുപ്പമാണ് കാര്യം എളുപ്പമാണ് മന്ത്രങ്ങളുടെ ഘടന എങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് അടുത്തതിലേക്ക് പോകാം നാലാമത്തെ മന്ത്രവും കൂടെ അന്വയിക്കാം ചതുർത്ഥ മന്ത്രം ഇമാ ഏവ ഗൗതമ ഭരദ്വാജൗ അയമേവ ഗൗതമഃ അയം ഭരദ്വാജഃ ഇമാ ഏവ വിശ്വാമിത്ര ജമദഗ്നിഃ വിശ്വാമിത്ര ജമദഗ്നി അയമേവ വിശ്വാമിത്രഃ അയം ജമദഗ്നിഃ ഇമാ ഏവ വസിഷ്ഠഃ കശ്യപാഃ വസിഷ്ഠഃ കശ്യപാഃ ഒരുമിച്ച് പറയുമ്പോൾ വസിഷ്ഠ കശ്യപൗ പിരിച്ചു പറയുമ്പോൾ വസിഷ്ഠഃ കശ്യപാഃ ഇമാ ഏവ വസിഷ്ഠഃ കശ്യപാഃ അയം ഏവ വസിഷ്ഠഃ അയം കശ്യപഃ വാക് ഏവ അത്രിഃ അത്രി വാക് ഏവ അത്രിഃ വാചാ ഹി അന്നം വാചാ ഹി അന്നം അദ്യതേ അത്തിഃ ഹ അത്തിർന്നുള്ളത് വിസർഗാക്കുക അത്തിഃ ഹ വൈ നാമഃ ഹ വൈ ഏതത് അത്രിഃ ഒന്നുകൂടെ പറയാ ശ്രദ്ധിക്കണേ അത്തിഃ ഹ വൈ നാമഃ ഹ വൈ ഏതത് അത്രിഃ ഇതി ഒന്നുകൂടെ പറയാം അത്തിഃ ഹ വൈ നാമഃ ഹ വൈ ഏതത് അത്രിഃ ഇതി
സർവസ്യ അത്താ ഭവതി, സർവസ്യ അത്താ ഭവതി, സർവം അസ്യ അന്നം ഭവതി യ ഏവം വേദ. ഒന്നുകൂടെ പറയേ, ആദ്യം മുതൽ നോക്കുക. ഇമാ ഏവ ഗോതമ ഭരദ്വാജൗ അയം ഏവ ഗോതമഃ അയം ഭരദ്വാജഃ ഇമാ ഏവ വിശ്വാമിത്ര ജമദഗ്നി അയമേവ വിശ്വാമിത്രഃ അയം ജമദഗ്നിഃ ഇമാ ഏവ വസിഷ്ഠഃ കശ്യപാഃ അയമേവ വസിഷ്ഠഃ അയം കശ്യപഃ വാഗ് ഏവ അത്രിഃ വാചാ ഹി അന്നം അദ്യതേ അത്തിഃ ഹ വൈ നാമാഃ ഹ വൈ ഏതത് അത്രിഃ ഇതി. സർവസ്യ അത്താ ഭവതി, സർവം അസ്യ അന്നം ഭവതി യ ഏവം വേദ. നമുക്ക് ഒരുമിച്ച് ചൊല്ലിയിട്ട് ഇന്നത്തേന് പിരിയാം. ബാക്കി നമുക്ക് നാളെ കാണാം. 3 ഉം 4 ഉം. തദേശ ശ്ലോകോ ഭവതി അർവാങ് ബിലചമസഃ ഊർധ്വബുധ്നഃ തസ്മിൻ യശഃ നിഹിതം വിശ്വരൂപം തസ്യാ സദഹൃഷയഃ സപ്തത്തീരേ വാഗ് അഷ്ടമി ബ്രഹ്മണാ സംവിധാന ഇതി. അർവാങ് ബിലചമസഃ ഊർധ്വബുധ്നഃ ഇതീദം തച്ശിരഃ ഏഷഃ ഹി അർവാങ് ബിലഃ ചമസഃ ഊർധ്വബുധ്നഃ തസ്മിൻ യശഃ നിഹിതം വിശ്വരൂപം ഇതി. പ്രാണാവൈ യശഃ വിശ്വരൂപം പ്രാണാൻ ഏതാത് ആഹ തസ്യാ സദാ ഋഷയഃ സപ്തത്തീരേ ഇതി. പ്രാണാവാ ഋഷയഃ പ്രാണാൻ ഏതാത് ആഹ വാഗ് അഷ്ടമി ബ്രഹ്മണാ സംവിധാന ഇതി. വാഗ് അഷ്ടമി ബ്രഹ്മണാ സംവിത്തേ. ചതുർത്ഥമന്ത്രം. ഇമാ ഏവ ഗോതമ ഭരദ്വാജൗ അയമേവ ഗോതമഃ അയം ഭരദ്വാജഃ ഇമാ ഏവ വിശ്വാമിത്ര ജമദഗ്നി അയമേവ വിശ്വാമിത്രഃ അയം ജമദഗ്നിഃ ഇമാ ഏവ വസിഷ്ഠഃ കശ്യപാഃ അയമേവ വസിഷ്ഠഃ അയം കശ്യപഃ വാഗേവ അത്രിഃ വാചാ ഹി അന്നം അദ്യതേ അത്തിഃ ഹ വൈ നാമഃ ഹ വൈ ഏതത് അത്രിഃ ഇതി. സർവസ്യ അത്താ ഭവതി, സർവം അസ്യ അന്നം ഭവതി യ ഏവം വേദ. ഇതി ദ്വിതീയോധ്യായഃ ദ്വിതീയബ്രാഹ്മണഃ ശിശുബ്രാഹ്മണം സമാപ്തം. അത്രേ എഴുതണം കേട്ടോ. ദ്വിതീയ ബ്രാഹ്മണം എഴുതിയിട്ട് കാര്യമില്ല, ബാക്കിയോടെ എഴുതണം. ദ്വിതീയോധ്യായഃ ദ്വിതീയ ബ്രാഹ്മണഃ ശിശുബ്രാഹ്മണം സമാപ്തം. അല്ലെ, നമുക്ക് ആ സമ്പ്രദായത്തിൽ തന്നെ പോകാം. നമുക്കൊന്നും വെട്ടിക്കുറയ്ക്കാൻ നമുക്കില്ല. ഇതിൻ്റെ വ്യാഖ്യാനം നാളെ പഠിക്കാം. നമുക്ക് അറിയില്ല ഇത് തീരുമോന്ന്. ഇത് എളുപ്പമാണ്. സോമയാഗം നടക്കുന്ന ഒരു ഹോമകുണ്ഡം മനസ്സിൽ ചിന്തിക്കുക. ആ ഹോമകുണ്ഡത്തിൻ്റെ 4 വശത്തും ഈ മഹാത്മാക്കൾ ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഒരു ഹോമകുണ്ഡം ചിന്തിക്കുക. അവിടെ ഒന്നാമത്തെ ഭാഗത്ത് അല്ലെങ്കിൽ കിഴക്ക് വശത്ത് ഗോതമ ഭരദ്വാജന്മാരിരിക്കുക. പടിഞ്ഞാറ് വശത്ത് വിശ്വാമിത്രൻ ജമദഗ്നി എന്ന 2 മഹാത്മാക്കൾ ഇരിക്കുന്നു. പിന്നെ വടക്ക് ഭാഗത്ത് വസിഷ്ഠൻ കശ്യപൻ എന്ന 2 മഹാത്മാക്കൾ ഋഷികൾ ഇരിക്കുന്നു. പിന്നെ തെക്കു ഭാഗത്ത് അത്രി മഹർഷി ഇരിക്കുന്നു. ഇവർ കൂടിയിരുന്ന് സോമയാഗം ചെയ്യുകയാണ് എന്ന് മനസ്സിൽ ഭാവന ചെയ്യുക. അപ്പം ഈ മഹാത്മാക്കളെയൊക്കെ ഓർക്കുക. എന്നിട്ട് ഈ 4 ഭാഗത്തും നമ്മൾ ഇന്ദ്രിയങ്ങളെ സങ്കല്പിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഗോതമ ഭരദ്വാജന്മാർ ഇരിക്കുന്നിടത്ത് അവരെ 2 കണ്ണായിട്ട് കാണുക എന്ന്, 2 നേത്രേന്ദ്രിയം.
അല്ല ശ്രോത്രേന്ദ്രിയം, സോറി, ഗൗതമ ഭരദ്വാജന്മാർ ശ്രോത്രേന്ദ്രിയം, 2 ചെവികൾ. പിന്നെ വിശ്വാമിത്രനും ജമദഗ്നിയും 2 കണ്ണായിട്ട് കാണാൻ. പിന്നെ വസിഷ്ഠനും കശ്യപനും 2 ഘ്രാണേന്ദ്രിയം, 2 നാസികയായിട്ട് കാണാൻ. അപ്പോൾ എത്ര പേരായി? 2, 4, 6 പേരായി. ഇനി ഒരാളേ ഉള്ളൂ, അത്രി മഹർഷി. അത്രി മഹർഷി ഒറ്റയ്ക്കായിരിക്കുന്നത്, അത് രസനേന്ദ്രിയമായിട്ട് കാണാൻ. അങ്ങനെ ഇത്രയും പേര് 2, 4, 6, 7 മഹാത്മാക്കൾ. അവർ എന്താണ്, നമ്മൾ പഠിച്ചില്ലേ 7 ശത്രുക്കളെ ഭ്രാതൃവ്യാൻ എന്ന് പറഞ്ഞ് 1ാമത്തെ മന്ത്രത്തിൽ പഠിച്ചില്ലേ? ഈ മഹാത്മാക്കളിരുന്ന് യാഗം ചെയ്യുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കൂ. ഈ മന്ത്രങ്ങളൊക്കെയാണ്, ഈ ഹൃദ്മന്ത്രങ്ങളൊക്കെയാണ് അവർ യാഗസമയത്ത് ഉപയോഗിക്കുന്ന ഋദ്ദിക്കുകൾ, മന്ത്രങ്ങൾ. അവരിതൊക്കെ ഉപയോഗിച്ച് സോമയാഗം നടത്തുകയാണ്. അപ്പോൾ നമ്മളും ആ കൂടെ കൂടുക. എന്തിനു വേണ്ടി? ഈ ശ്രോത്രേന്ദ്രിയത്തിനെ വിജയിക്കുക. ഗൗതമ ഭരദ്വാജന്മാരെ സങ്കല്പിക്കുക. അവർ ശ്രോത്രേന്ദ്രിയത്തിനെ, ചെവിടിനെ വിജയിക്കുവാനും അവർ സഹായിക്കും. പിന്നെ 2 കണ്ണിന് പകരം വിശ്വാമിത്രനെ, ജമദഗ്നിയെ സങ്കല്പിക്കുക. അവരെന്താണ്, നമ്മൾക്ക് നല്ലതീ കാണാൻ അവർ സഹായിക്കും. 2 നേത്രേന്ദ്രിയത്തിൻ്റെ സുദൃഷ്ടിക്ക് സഹായകരമാകുക അവർ. പിന്നെ വസിഷ്ഠനെയും കശ്യപനെയും ചിന്തിക്കുക. ഈ മഹർഷിമാർ 2 ഘ്രാണേന്ദ്രിയത്തിനെ നിയന്ത്രിക്കാൻ അവർ സഹായിക്കും. പിന്നെ ഒറ്റയ്ക്കൊരാളിരിപ്പുണ്ട്, അത്രി മഹർഷി. അത്രി മഹർഷിയെ സങ്കല്പിക്കുക. ഈ 4 ഭാഗത്തിൽ ഒരു ഭാഗത്ത് അത്രി മഹർഷി സോമയാഗം ചെയ്യുന്നു. നമ്മൾ സങ്കല്പിക്കുക. അത്രി മഹർഷി നമ്മളെ എന്തിന്? രസനേന്ദ്രിയത്തിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഇത്രയേ ഉള്ളൂ. മന്ത്രം കുറച്ച് ഘടന വലുതാന്നേ ഉള്ളൂ, കാര്യം ഇത്രയേ ഉള്ളൂ. ഈ മഹാത്മാക്കളെ നിങ്ങൾ ചിന്തിക്കും. മനസ്സുകൊണ്ട് സോമയാഗം ചെയ്യുന്നു, ഞാനും ആ കൂടെയുണ്ട്. സോമയാഗ ഭൂമിയിൽ ഇവരൊക്കെ ഇരുന്ന് യാഗം ചെയ്യുന്നതായിട്ട് ഉപാസിക്കുക. എന്തിനു വേണ്ടി? എൻ്റെ ഇന്ദ്രിയങ്ങളെ ജയിക്കുവാൻ ഈ മഹർഷിമാരുടെ അനുഗ്രഹം എനിക്കുണ്ടാകും. ആ ഉപാസനയാണ് പറയുന്നത്. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം.